നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ ഒരു വലിയ യാത്ര, അത് ഒരു കേവലം യാത്രയായിരുന്നില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മാറ്റമായിരുന്നില്ല. മറിച്ച് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ഒരു പുതിയ സമൂഹത്തിന്റെ നിർമ്മിതിയായിരുന്നു അത്. ഒരു പുതിയ നാഗരികതയുടെ തുടക്കമായിരുന്നു അത്. മനുഷ്യ ബന്ധങ്ങളുടെ പുതിയൊരു മാതൃക ലോകത്തിന് സമർപ്പിച്ച സംഭവമായിരുന്നു യഥാർത്ഥത്തിൽ ഹിജ്റ. ഹിജ്റയെക്കുറിച്ച് നമുക്ക് ഒരുപാട് ചരിത്രമറിയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയി അവിടെ ചെയ്ത 3 മഹാസംഭവങ്ങളുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും സ്മരിക്കേണ്ടതും ഒരു സമൂഹമെന്ന നിലയ്ക്ക് ഈ കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹം പ്രത്യേകമായി ആലോചിക്കേണ്ടതുമാണ്. നബി അവിടെ ചെന്ന് ഒന്നാമതായി ചെയ്തത് ഒരു പള്ളി നിർമ്മിക്കുകയായിരുന്നു. മസ്ജിദ് ഖുബ എല്ലാവർക്കും പരിചയമുണ്ടാകും. രണ്ടാമതായി നബി ചെയ്തത് മനുഷ്യബന്ധങ്ങളുടെ പുതിയൊരു മാതൃക സൃഷ്ടിക്കുകയായിരുന്നു. ചരിത്രം അതിനെ വിളിച്ചത് അൽ മുആഖാത്ത് എന്നാണ്. ഒരു പ്രത്യേകമായ ബന്ധം മനുഷ്യർക്കിടയിൽ അദ്ദേഹം ഉണ്ടാക്കി. മൂന്നാമതായി അദ്ദേഹം ചെയ്തത് അവിടെയുണ്ടായിരുന്ന മുസ്ലിമേതര സമൂഹവുമായി, പ്രത്യേകിച്ച് ജൂതന്മാരുമായി സമാധാന കരാറിൽ ഏർപ്പെടുകയായിരുന്നു. ഈ 3 മഹാസംഭവങ്ങൾ സത്യത്തിൽ മദീനയെ തന്നെ മാറ്റിമറിച്ചു എന്ന് വേണം പറയാൻ. നമുക്കറിയാം, ഒരുപാട് പാഠങ്ങൾ നബിയുടെ ഹിജ്റയിലുണ്ട്. അതൊക്കെ പലപ്പോഴായി നാം കേട്ടതും മനസ്സിലാക്കിയതുമായിരിക്കാം. നബി തിരുമേനി മദീനയിലേക്ക് പോകാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. അള്ളാഹുവിന്റെ കൽപ്പന, പരസ്യമായ പ്രബോധനം നിർവഹിക്കുവാനുള്ള കൽപ്പന വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൽപ്പന നടപ്പാക്കാൻ ആരംഭിച്ചപ്പോൾ സ്വാഭാവികമായി മക്കയിലെ മനുഷ്യരിൽ നിന്ന് വലിയ പ്രയാസങ്ങൾ നബി തിരുമേനിക്കും വിശ്വാസികൾക്കും ഏൽക്കേണ്ടി വന്നു. അവരിൽ പലരും കഠിനമായി ഉപദ്രവിക്കപ്പെട്ടു. ചില സന്ദർഭത്തിൽ വലിയ ഉപരോധങ്ങൾ അവർക്കെതിരെ ഉണ്ടായി. പലരും അവിടെ വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി. അതിനുശേഷമാണ് നബി ഒരു സമാധാനം എന്ന നിലക്ക് തായിഫിലേക്ക് പോകുന്നത്. തായിഫിലും അനുഭവം മറിച്ചായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ നിന്ന് തിരിച്ചു വരുന്നത് വളരെ പ്രയാസപ്പെട്ടാണ്. ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പോഴും അള്ളാഹുവിന്റെ ദൂതന്മാർ നബിയുടെ അടുത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അവരെ നശിപ്പിക്കാൻ അങ്ങൊന്ന് പറഞ്ഞാൽ മതി എന്ന്. പക്ഷെ തിരുമേനി കൂട്ടാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പറഞ്ഞൊരു വാചകം വല്ലാത്തൊരു വാചകമാണ്. അന്ന് വന്ന മലക്കുകളോട് നബി പറഞ്ഞത്, ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ശൈഅ. ഞാൻ ഉദ്ദേശിക്കുന്നത് അവരെ നശിപ്പിക്കാനല്ല, അവരുടെയൊക്കെ മുതുകുകളിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, ഒരു ശിർക്കും ചെയ്യാത്ത ഒരു സമൂഹത്തിന്റെ നിർമ്മിതിയാണ് എന്നായിരുന്നു. അതൊരു വല്ലാത്ത വാക്കാണല്ലോ. ഏത് കാലഘട്ടത്തിലാണ്, എപ്പോഴാണിത് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അഥവാ അത്തരമൊരു പ്രതീക്ഷയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത് എന്നർത്ഥം. പക്ഷേ എന്നിട്ടും അവിടെ നിൽക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അള്ളാഹുവിന്റെ അനുവാദപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പോയി. വിശ്വാസികൾ എന്ന നിലക്ക് ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്. നാം ജീവിക്കുന്ന നാടും പരിസരവും സ്ഥലവുമൊക്കെ അവിടെ ശുദ്ധീകരിക്കുകയും നന്നാക്കുകയുമാണ് നമ്മുടെയൊക്കെ ബാധ്യത. എന്നാൽ എപ്പോഴെങ്കിലും
ആ സമൂഹത്തെ ഇനി നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധ്യമാവുകയില്ല എന്ന് ബോധ്യമാകുമ്പോൾ, ആ സാഹചര്യത്തിൽ ഞാൻ ജീവിച്ചാൽ ഞാൻ തന്നെ ചീത്തയാകുമെന്നൊരു ബോധ്യം വരുമ്പോൾ, വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പ്രദേശം ഒഴിവാക്കി പോകാം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ വലിയ ഒരു സന്ദേശം. അതോടൊപ്പം നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടിൽ നിന്ന് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഒട്ടും സംതൃപ്തിയോടുകൂടിയല്ല നബി പോയത്. ഒട്ടും സംതൃപ്തിയോടുകൂടിയല്ല. ചരിത്രകാരന്മാർ പറയുന്നത്, ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകുമ്പോൾ എന്തുമാത്രം സങ്കടമുണ്ടാകുമോ ആ സങ്കടത്തോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. പലപ്പോഴും നബി ആ യാത്രയിൽ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. തിരിഞ്ഞു നിന്ന് നബി മക്കയോട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരമൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അഥവാ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നോ നമ്മുടെ ജന്മസ്ഥലത്തു നിന്നോ നമ്മുടെ പ്രദേശത്തു നിന്നോ നമുക്ക് പോകേണ്ടി വന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ നാടിനോടൊരു സ്നേഹമുണ്ടാകണം എന്ന് തന്നെയാണ്. ആ ഒരു വികാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകടിപ്പിച്ചത്. അത് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ കണ്ട മറ്റൊരു അത്ഭുതം, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്രയ്ക്ക് വേണ്ടി നടത്തിയ സന്നാഹങ്ങളായിരുന്നു, ഒരുക്കങ്ങളായിരുന്നു. അതിലേറ്റവും വലിയ ഒരുക്കം, ഭൗതികമായ ഒരുക്കങ്ങളിൽ ഏറ്റവും വലിയ ഒരുക്കം, നല്ല ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുത്തു എന്നതാണ്. ഹിജ്റ നമ്മെ പഠിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠവുമാണ് അത്. നബിയുടെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നു എന്ന് നമുക്കറിയാം. കാരണം കൂട്ടുകെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ കൂട്ടുകെട്ട് ആരായിരിക്കണം, എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടുകെട്ടിനെക്കുറിച്ച് പറയുന്നത്, കൂട്ടുകെട്ട് യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ നമ്മുടെ കൂടെയുണ്ടാകും. അതാണ് കൂട്ടുകെട്ടിന്റെ സവിശേഷത എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര. എന്നിട്ട് നബി മദീനയിലെത്തിയിട്ട് ചെയ്തത് ഒരു നല്ല സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയുള്ള അത്യാവശ്യ കാര്യങ്ങളായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നല്ല തർബിയത്താണ്. ആ തർബിയത്ത് രണ്ട് രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കി. ഒന്നാമത്തേത് നമ്മളെപ്പോഴും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. അത് ഒരു നല്ല സമൂഹം നിർമ്മിക്കണം, എന്റെ കുടുംബം നന്നാവണം എന്നാഗ്രഹിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട്. എന്റെ മക്കളൊക്കെ നന്നാവണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുടെ മഹല്ലൊരു നല്ല മഹല്ലാകണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന ശേഷമുള്ള പ്രവർത്തനങ്ങൾ നമുക്കൊരു നേർരേഖയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്തത് അവിടെയുള്ള നബിയിൽ വിശ്വസിച്ച മനുഷ്യരുടെ അഖീദയുടെ സംശുദ്ധീകരണമായിരുന്നു. വിശ്വാസം, നല്ല വിശ്വാസത്തിന്റെ ഉടമകളാക്കി അവരെ മാറ്റി. നല്ല വിശ്വാസം എന്ന് പറയുന്നത് കേവലം വാക്കല്ല. നമ്മളൊക്കെ പറയാറുണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന്. പക്ഷെ അവര് പറഞ്ഞ ഷഹാദത്തും നമ്മുടെ ഷഹാദത്തും തമ്മിൽ എന്തൊരു വ്യത്യാസം ആലോചിച്ചു നോക്കും. നല്ല വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളും റബ്ബുമായുള്ള അതികഠിനമായ ശക്തമായ ബന്ധമാണ്. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈമാൻ എന്ന് പറയുന്നത് ഒരു ശക്തമായ കയറാണ്, വലിയൊരു കയറാണ്, കടുപ്പമുള്ള കയർ. ആ കയർ നമ്മുടെയും റബ്ബിന്റെയും ഇടയിൽ ബന്ധിപ്പിക്കുന്ന ഒരു ശക്തമായ ബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി തീർത്തത് അതാണ്. അതൊരു വല്ലാത്ത കയറായിരുന്നു. അസൂയയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ നോക്കി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലൗ അഖ്സമ അലല്ലാഹി ല അബറ. ഇതല്ലാത്ത വാക്കാ, ചരിത്രം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമൂഹം അള്ളാഹുവിനോടൊരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കുക തന്നെ ചെയ്യും. എന്തൊരു കോൺഫിഡൻസോടുകൂടിയായിരിക്കും റസൂലുള്ള വാക്ക് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കും. ലൗ അഖ്സമ അലല്ലാഹി ല അബറ. നബിയെക്കുറിച്ചല്ല നബി പറയുന്നത്, അല്ല, നബി വളർത്തിയെടുത്ത ശുദ്ധമായ തൗഹീദിന്റെയും ശുദ്ധമായ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു സമൂഹം വളർന്നു വരുന്നത് കണ്ടപ്പോ നബി
കൺകുളിർമയോടുകൂടി നോക്കി നിന്നുകൊണ്ട് നബി പറഞ്ഞ വാക്കാ, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെക്കുറിച്ചാണ്, എന്നെയും നിങ്ങളെയും കുറിച്ച്. നമ്മുടെ സമൂഹത്തിൽ ഒരാളെ ചൂണ്ടി നമുക്കിന്ന് ഈ വാക്ക് പറയാൻ കഴിയുമോ? അതാ നബി വളർത്തിയെടുത്ത ഈമാനിന്റെ അഖീദയുടെ ശക്തിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് രണ്ട് കാര്യമാണ്. ഒന്നാമതായി നബി ചെയ്തത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നബി അവിടെ ചെന്ന ഉടനെ ഉണ്ടാക്കിയത് നബിക്ക് താമസിക്കാനുള്ള വീടായിരുന്നില്ല, ഒരിക്കലുമല്ല. അല്ലെങ്കിൽ നബിയുടെ കൂടെ എല്ലാം ഇട്ടെറിഞ്ഞു വന്ന മനുഷ്യന്മാർക്ക് ഒരു ഒന്നിച്ച് താമസിക്കാനുള്ള ഒരു സത്രമായിരുന്നില്ല നബി ഉണ്ടാക്കിയത്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഉണ്ടാക്കിയത് ഒരു പള്ളിയാണ്. ആ പള്ളിയെക്കുറിച്ച് ചരിത്രം ഖുർആൻ പിന്നെ വിളിച്ചത് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ എന്നാണ്. ഭയങ്കര വാക്കാണ്. എല്ലാ പള്ളികളും ഉണ്ടാക്കാറുള്ളത് കല്ലുകൊണ്ടും സിമന്റ് കൊണ്ടും മരം കൊണ്ടും ഒക്കെ, കമ്പി കൊണ്ടും ഒക്കെയാണ്. പക്ഷെ മസ്ജിദ് ഖുബ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് അള്ളാഹ് പിന്നീട് പറയാം. എപ്പം ചോദിച്ചാൽ, ജൂതന്മാരൊരു മസ്ജിദ് ദിറാറുണ്ടാക്കി. അവിടെ മുനാഫിക്കുകൾ ജൂതന്മാരുടെ സഹായത്തോടുകൂടി ഒരു മസ്ജിദ് ദിറാറുണ്ടാക്കി, മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി. ആ മസ്ജിദുൽ ദിറാറിന്റെ ചരിത്ര കഥ പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞത് മസ്ജിദ് ഖുബയെക്കുറിച്ച് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ എന്നാണ്. അത് തഖ്വ കൊണ്ടാണ് ഉണ്ടാക്കിയത്, കല്ലായിരുന്നില്ല, സിമന്റ് ആയിരുന്നില്ല, അതൊന്നും ഇല്ലല്ലോ അല്ലേ. തഖ്വ കൊണ്ടുണ്ടാക്കിയ പള്ളി. ആ പള്ളിയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാം. ആ പള്ളിയാണ് ആ സമൂഹത്തെ അങ്ങനെ മാറ്റിത്തീർത്തത്. ആ പള്ളിയാണ് പുതിയൊരു നാഗരികതയ്ക്ക് തുടക്കം കുറിച്ച കേന്ദ്രം. ആ പള്ളിയായിരുന്നു. ആ പള്ളി അവരുടെ ക്യാമ്പസായിരുന്നു, യൂണിവേഴ്സിറ്റി ആയിരുന്നു, കോളേജായിരുന്നു, എല്ലാം അതായിരുന്നു. അവിടുന്നാണ് എല്ലാം തീരുമാനിക്കപ്പെട്ടിരുന്നത്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെയ്തത്, ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ഒരു പ്രത്യേകമായ ബന്ധമുണ്ടാക്കി. അന്ന് വരെ ലോകത്തിന് ആ ബന്ധത്തെക്കുറിച്ച് പരിചയമില്ല. മനുഷ്യന്മാർ തമ്മിൽ പല കാരണങ്ങളാൽ ബന്ധമുണ്ടാകും. കുടുംബ ബന്ധം, രക്തബന്ധം, ബിസിനസ് ബന്ധം, സുഹൃൽ ബന്ധം, പല ബന്ധമുണ്ട്. പക്ഷെ അവിടെ ഒരു വല്ലാത്ത ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി. വല്ലാത്തൊരു ബന്ധമായിരുന്നു. ആ ബന്ധം ഇപ്പോഴും ചരിത്രത്തിനൊരു അത്ഭുതമായി നിലനിൽക്കുകയാണ്. ആ ബന്ധത്തിന്റെ ഓരോ ചരിത്രം നമ്മൾ കേട്ടാൽ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും. ആ ബന്ധത്തിന്റെ തത്വശാസ്ത്രം എന്ത് എന്ന് ആർക്കും ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അത്ര ശക്തമായിരുന്നു ആ ബന്ധം. അത് മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ രക്തബന്ധമല്ലാത്ത, കുടുംബ ബന്ധമല്ലാത്ത ഒരു സാഹോദര്യ ബന്ധമായിരുന്നു. ഒരു വല്ലാത്ത ബന്ധമായിരുന്നു. ആ ബന്ധം അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ യശുദ്ദു ബഅദുഹു ബഅദൻ വശബ്ബക നബിയ്യു ബൈന അസാബിഇഹി. നബിയുടെ വിരലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, വിശ്വാസികൾ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആകാൻ പാടില്ല എന്നർത്ഥം. ഒരു വല്ലാത്ത വാക്കാ, അതൊരു വല്ലാത്ത വാക്കാ. യശുദ്ദു ബഅദുഹു ബഅദ്. ഇങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ല നമ്മുടെ വിരലുകൾ പരസ്പരം ഒന്ന് അദ്ദേഹം തോന്നുന്നില്ലേ നമുക്ക് അങ്ങനെയായിരിക്കണം. ഒരു ബിൽഡിംഗ് പോലെ നബിയുടെ വാക്ക്. ബിൽഡിംഗ് അങ്ങനെയാണല്ലോ, പരസ്പരം കൂടിച്ചേർന്നു നിൽക്കും. നോക്കൂ, ഈ രണ്ട് അടിത്തറയിന്മേലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തെ ഉണ്ടാക്കിയത്. അവർക്കിടയിൽ പലതരം ഭാഷക്കാരുണ്ടായിരുന്നു. പേർഷ്യക്കാരുണ്ടായിരുന്നു അവിടെ, അറബികൾ മാത്രമല്ല, റോമക്കാരുണ്ടായിരുന്നു അവിടെ, എത്യോപ്യക്കാർ, ആഫ്രിക്കക്കാരുണ്ടായിരുന്നു അവിടെ, മക്കക്കാരുണ്ടായിരുന്നു അവിടെ, മദീനക്കാരുണ്ടായിരുന്നു അവിടെ, വലിയ പാരമ്പര്യം പറയാവുന്ന ഖുറൈശികൾ ഉണ്ടായിരുന്നു അവിടെ, ഒരു പാരമ്പര്യവുമില്ലാത്ത ദോസികൾ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ എല്ലാവർക്കിടയിലും എങ്ങനെയാണത്? എല്ലാവർക്കിടയിലും വല്ലാത്ത ഒരു ബന്ധം. അതൊരു വല്ലാത്ത ബന്ധമായിരുന്നു. ഈ ബന്ധത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. ഹിജ്റ നമ്മളെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠവും അതാണ്. സഹോദരന്മാരെ, ഇത് സത്യത്തിൽ അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ്.
അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഇത് പറയുമ്പോൾ സത്യത്തിൽ ഇന്ന് നമ്മുടെ ഉമ്മത്തിന് നമ്മളിങ്ങനെ നോക്കണം. നമ്മുടെ ഉമ്മത്തിന് ഇന്ന് പണമുണ്ട്, സൗകര്യമുണ്ട്, സമൃദ്ധിയുണ്ട്, പക്ഷെ എന്തോന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? അള്ളാഹു പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, വഅല്ലഫ ബൈന ഖുലൂബിഹിം വഅല്ലഫ ബൈന ഖുലൂബിഹിം. അള്ളാഹ് പറയാ, അള്ളാഹുവാണ് അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ രജ്ഞിപ്പുണ്ടാക്കിയത്, യോജിപ്പുണ്ടാക്കിയത്. ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. നബിയോട് പറയാ, നബിയോട് അങ്ങനെയൊക്കെ പറയണോ എന്ന് ചിലപ്പോ നമ്മളത് വായിക്കുമ്പോൾ തോന്നിപ്പോവും. നബിയെ, ഭൂമിയിലുള്ള എല്ലാം താങ്കൾ ചെലവഴിച്ചാൽ പോലും അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ അങ്ങേക്ക് കഴിയുമായിരുന്നു. എന്ന് വെച്ചാൽ എന്താ? ഈ മുസ്ലിം ഉമ്മത്തിലെ ഓരോ നേതാവും മനസ്സിലാക്കണം, കഴിയില്ല, നിങ്ങൾക്ക് കഴിയില്ല. ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബി. ഭൗതികമായ നിങ്ങൾ എന്ത് നൽകിയാലും ശരി, പറ്റൂല. പിന്നെ എങ്ങനെ ഉണ്ടാവും? വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും. അല്ലാഹുവാണ് അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കിയത്. അല്ലാഹു യോജിപ്പുണ്ടാക്കണമെങ്കിൽ ആ യോജിപ്പ് ഉണ്ടാക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണം. അതാണ് നമ്മുടെ പ്രശ്നം. അവിടെയാണ് പ്രശ്നം. സഹോദരന്മാരെ, ഇത് അല്ലാഹു നോക്കൂ, അല്ലാഹു നിഅമത്തുകൾ എണ്ണി പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു മനുഷ്യന് നൽകിയ നിഅമത്തുകൾ എണ്ണി പറയുന്നുണ്ട്. എന്തായിരിക്കും ആ നിഅമത്തുകളിൽ ഏറ്റവും വലുത് നിങ്ങൾക്ക് അറിയോ? അള്ളാഹു ദീനിന് ശേഷം, ഇസ്ലാമിന് ശേഷം എണ്ണി പറഞ്ഞ ഏറ്റവും വലിയ നിഅമത്ത്, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന. എല്ലാത്തരം വാക്കാം. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് തന്ന നിഅമത്തുകളെ നിങ്ങൾ ഓർക്കണം. ഇദ് കുൻതും അഅദാഅൻ, നിങ്ങൾ ശത്രുക്കളായിരുന്നില്ലേ? ഭയങ്കര രസകരമാണ് ആ ചരിത്രം. ശത്രുത എന്നൊന്നും പറഞ്ഞാ പോരാ. ഇന്ന് നമ്മൾ അങ്ങനത്തെ ശത്രുത കേൾക്കൂല. ഇന്നത്തെ ശത്രുതന്റെ ഒക്കെ രൂപം നമ്മൾ കാണുന്നുണ്ടല്ലോ, അല്ലേ? ഇന്നത്തെ ശത്രുതന്റെ രൂപം നമ്മൾ കണ്ടില്ലേ? ഭയങ്കര ശത്രുക്കളാന്ന് നമ്മൾ കരുതിയ രണ്ട് കക്ഷികളും ഒരുമിച്ചിരുന്നില്ലേ? ഒപ്പുവെട്ടിച്ചില്ലേ? അവർ കരാറിലൊക്കെ ഒപ്പുവെച്ചില്ലേ? നിരപരാധികളായ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ശേഷം ഇതല്ല, ഇതിനേക്കാൾ കടുപ്പമുള്ള ശത്രുതയായിരുന്നു മദീനയിലെ മനുഷ്യന്മാർ തമ്മിലുണ്ടായിരുന്നത്. ആ ശത്രുതയുടെയും അടിസ്ഥാനം ജൂതന്മാരായിരുന്നു. എല്ലാ ശത്രുതയുടെയും അടിസ്ഥാനം ജൂതന്മാരാ. എന്നൊക്കെ മുസ്ലിം ഉമ്മത്തിനിടയിൽ ശൈഥില്യമുണ്ടായിട്ടുണ്ടോ? ആ ശൈഥില്യത്തിന്റെ സോഴ്സ് തേടിയാൽ കിട്ടും. അത് ജൂതന്മാരാ. ഔസിനെയും ഖസ്റജിനെയും ഭിന്നിപ്പിച്ചത് ജൂതന്മാരായിരുന്നു. ചരിത്രം നമുക്ക് സമയമുണ്ടെങ്കിൽ കേൾക്കേണ്ടതാണ്. അല്ലാഹ് പറയുന്നു, വലകിന്നല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ നിഅമത്താ. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഫഅസ്ബഹ്തും ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. അവൻ നിങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കി. അല്ലാഹ്ക്കേ കഴിയും. അങ്ങനെ ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന. അല്ലാഹുവിന്റെ വലിയ നിഅമത്ത് കൊണ്ട് നിങ്ങൾ ഇഖ്വാനുകളായില്ലേ? ഇഖ്വാനുകളായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വലിയ നിഅമത്താ സഹോദരന്മാരെ. പക്ഷെ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സഹോദരന്മാരെ, നമ്മൾക്ക് ഈ ബോധമുണ്ടാകണം. നമ്മളൊക്കെ ഹിജ്റയിൽ നിന്ന് പഠിക്കുക. ഹിജ്റയുടെ രാഷ്ട്രീയം എല്ലാവരും വല്ലാതെ പറയുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഹിജ്റയുടെ ജീവൻ, ആത്മാവെന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിനിടയിൽ ഉണ്ടാകേണ്ട സ്നേഹബന്ധമാണ്, സാഹോദര്യ ബന്ധമാണ്. എനിക്ക് പറയാൻ കഴിയണം, ഒരു മുസ്ലിമിന്റെ മുഖത്ത് നോക്കി എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അത് വാക്കാകരുത്, പ്രവൃത്തി കൊണ്ട് അത് പരിഭാഷപ്പെടുത്താൻ, തർജ്ജമ ചെയ്യാൻ നമുക്ക് സാധിക്കണം, പ്രവൃത്തി കൊണ്ട്. അത് കാരണം സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പേരിലുള്ള ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നിഅമത്താന്ന് മനസ്സിലാക്കിയല്ലോ. അത് വലിയ അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹം. അള്ളാഹുവിന്റെ ഫള് നിഅമത്താണെന്ന് മനസ്സിലാക്കിയല്ലോ. അതാണ് ഏറ്റവും ഒന്നാമത്തെ പാഠം. ആ നിഅമത്ത് നമുക്ക് കിട്ടണം. നമ്മൾ പല നിഅമത്തുകളെയും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഈ നിഅമത്ത് നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? എന്റെ അയൽവാസിയും ഞാനും ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന നമ്മളെല്ലാവരും അങ്ങനെയാകണം. ഒരു മഹല്ലിലുള്ള എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന എല്ലാവരും നമ്മൾ ആഗ്രഹിച്ചു നോക്കാറുണ്ട്. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. രണ്ടാമത് സദമ നമ്മൾ മനസ്സിലാക്കണം, ഇതുണ്ടായി തീർന്നാൽ, ഈ ഒരു
റസൂലുള്ള എന്തുകൊണ്ട് ഇതുണ്ടാക്കിയെന്നത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. ഇതുണ്ടാക്കിയാൽ അള്ളാഹുവിന്റെ സ്നേഹം താനേ വരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ വളരെ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ തന്റെ ഒരു സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടി പോയി. അള്ളാഹുവിനറിയാം ആ മനുഷ്യൻ എങ്ങോട്ടാ പോണത്. ആ ഗ്രാമം തുടങ്ങുന്ന സ്ഥലത്ത് അള്ളാഹു തആല അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഒരു മലക്കനെ നിർത്തിയാണ്. എന്നിട്ട് ആ മലക്ക് ഈ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവിടെ വന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ഉരീദു അഖല്ലി ഫി ഹാദിഹിൽ ഖറിയ, ഈ ഗ്രാമത്തിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, സഹോദരനുണ്ട്, അവനെ കാണാൻ വന്നതാ. ഈ മലക്ക് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഹല്ലക അലൈഹി മിൻ നിഅമത്തിൻ തറുബ്ബുഹ, നിന്റെ വല്ല ബിസിനസ്സും അയാൾ നടത്തുന്നുണ്ടോ? നീ വല്ലതും വളർത്താൻ അയാൾക്ക് കൊടുത്തിട്ടുണ്ടോ? നിന്റെ വല്ല പൈസയും അതിന്റെ ലാഭം വാങ്ങാനിട്ട് വന്നതാണോ? ലാ, ഗൈറ അന്നി അഹ്ബബ്തുഹു ഫില്ലാഹ്. ആ മനുഷ്യൻ പറയാ, ഒന്നുമില്ല, ഒറ്റ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവനെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അപ്പൊ ആ മലക്ക് മനുഷ്യനോട് പറയുന്ന ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫഇന്നി റസൂലുള്ളാഹി ഇലൈക ബിഅന്ന അല്ലാഹ ഖദ് അഹബ്ബക കമാ അഹ്ബബ്തഹു. അതെ, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, നിന്റെ അടുത്തേക്ക് വന്ന ദൂതൻ. ഒരു കാര്യം അള്ളാഹു പറയാൻ ഏൽപ്പിച്ചു, എന്താണെന്ന് വെച്ചാൽ നിന്നെ അള്ളാഹു വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്, നീ അവനെ സ്നേഹിച്ചതുപോലെ. ഇതൊരു വല്ലാത്ത പാഠമാണ്, വലിയൊരു പാഠമാണ്. പക്ഷെ ഇതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്താ വെച്ചാൽ നമ്മളെ ഈ പക, അസൂയ, ദേഷ്യം, ഈഗോ, ഒരുപാട് ഈ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലെ ഈ വേസ്റ്റ് തള്ളണ സ്ഥലല്ലേ, അതിനേക്കാൾ മോശമായി മുസ്ലിങ്ങളുടെ ഹൃദയങ്ങൾ മാറി. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് നമുക്കിതൊന്നും കേട്ടാലും മനസ്സിലാവില്ല, ഉൾക്കൊള്ളാനും കഴിയില്ല. എന്താ ഈ പറയണത്? ഒരു കഥയല്ലേ? നമ്മളറിയാൻ സാധനമല്ല, ഇത് വലിയ സംഗതിയാണ്. മൂന്നാമതായി നമ്മൾ ഓർക്കേണ്ടത്, അള്ളാഹുവിന്റെ പേരിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, ഖിയാമത്ത് നാളിൽ നടക്കുന്ന ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അള്ളാഹു തആല വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഖിയാമത്ത് നാളിൽ. നമുക്കറിയില്ല നമ്മൾ ആ ചോദ്യം കേൾക്കുമോ. ആ ചോദ്യം ഇങ്ങനെയാണ്, ഐനൽ മുതഹബ്ബൂന ബിജലാലി, ഐനൽ മുതഹബ്ബൂന ബിജലാലി. എന്റെ പേരിൽ, അല്ലാഹു പറയാ, എന്റെ പേരിൽ, എന്റെ മഹത്വത്തിന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവരുടെ എവിടെയാണ്? ആ ചോദ്യം എല്ലാവരുടെ കാതിലും കേൾക്കൂല, അള്ളാഹു നമുക്ക് കേൾപ്പിച്ചു തരുമാറാകട്ടെ. എന്നിട്ട് നബി അല്ലാഹു തആല പറയാണ്, ഉളില്ലുഹും ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലി. എന്തിനാണ് അവരെ വിളിച്ചത് എന്നറിയോ? അവർക്കൊരു പ്രത്യേക തണല് കൊടുക്കാനുണ്ട്. അന്നൊരു തണലും ഉണ്ടാവില്ലല്ലോ, എന്റെ തണല് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ തണല് പ്രത്യേകമായി നൽകാനാണ് ഞാൻ അവരെ വിളിച്ചു വരുത്തുന്നത്. പറ്റോ നമുക്ക് ഇത് കിട്ടണമെന്ന് ആഗ്രഹിക്കാം? അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? നമ്മൾ ആലോചിക്കേണ്ടത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവം പറയുന്നത്, അതാണ് വലിയ അത്ഭുതം. അമ്പിയാക്കന്മാർക്കും ശുഹദാക്കൾക്ക് പോലും അസൂയ തോന്നുന്ന ഒരു പൊസിഷനിലായിരിക്കും അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവർ. ആ വാക്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറഞ്ഞത്, ഇന്ന മിൻ ഇബാദില്ലാഹി ലഉന മാ ഹും ബിഅംബിയാ വലാ ശുഹദാ. അമ്പിയാക്കളും ശുഹദാക്കളുമല്ലാത്ത ഒരു വിഭാഗം സമൂഹത്തിൽ ഉണ്ടാകും. അവരെ കണ്ടിട്ട് യഗ്ബിതുഹുമുൽ അംബിയാഉ വശുഹദാഉ യൗമൽ ഖിയാമ ബിമകാനിഹിം മിനല്ലാഹ്. അല്ലാഹുവിന്റെ അടുത്ത് അവർക്കുള്ള പൊസിഷൻ കണ്ടിട്ട് അമ്പിയാക്കന്മാർക്കും ശുഹദാക്കന്മാർക്കും അസൂയ തോന്നും. സഹാബത്ത് ചോദിച്ചു, റസൂലേ, ആരാണവർ? എന്താ മറുപടി എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, തഹബ്ബു ബിറൂഹില്ലാ. നമ്മൾ പരസ്പരം സ്നേഹിക്കാറുണ്ട്. എന്തിനാ? ഒന്നിച്ച് കച്ചവടം ചെയ്യുന്നവർ, ഒരു കുടുംബത്തിൽ പെട്ടവർ, ഒരു ഉമ്മാക്ക് പറന്നവർ, അല്ലേ? ഭാര്യയും ഭർത്താവും ഭാര്യയും ഒക്കെ സ്നേഹിക്കാറുണ്ട്. പക്ഷെ ബിറൂഹില്ലാ പറ്റോ നമുക്ക് സ്നേഹിക്കാൻ? ഒരു വിശ്വാസത്തിന്റെയും ഒരാദർശത്തിന്റെയും ആളുകളാണ് എന്നതിന്റെ പേരിൽ സ്നേഹിക്കാൻ, അതൊരു ഭയങ്കര സംഭവമല്ലേ?
എന്നിട്ട് ഇൻസാൻ അത് വിശദീകരിക്കുന്നുണ്ട്. അലാ ഗൈരി അർഹാമിൻ ബൈനഹും, അവർക്കിടയിൽ ഒരു കുടുംബ ബന്ധവുമില്ല, വലാ അംവാലിൻ, ഒരു സാമ്പത്തിക ബന്ധവുമില്ല. അങ്ങനെ സ്നേഹിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി അവസാനം ഒരു ആയത്ത് ഓതുന്നുണ്ട്. ആ ആയത്ത് സാധാരണ നമ്മൾ തെറ്റിദ്ധരിച്ച ഒരു ആയത്താ. അതിങ്ങനെയാണ്, അലാ ഇന്ന ഔലിയ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. കേട്ടിട്ടുണ്ടാവും ധാരാളം. എന്താ ഔലിയ അല്ലാഹ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി? എന്താ മനസ്സിലാക്കി? ഔലിയാക്കന്മാരുന്നത് ഭയങ്കരമായിട്ട് പള്ളിന്റെ മൂലയിൽ മാത്രം ഇരിക്കണ ഇബാദത്ത് മാത്രം അല്ലടോ. അല ഇന്ന ഔലിയ അല്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ ഔലിയാക്കന്മാരായവർ. പരസ്പരം ഔലിയ എന്ന് പറഞ്ഞാതാ വലിയ ഔലിയ, അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം മിത്രമായവർ, സ്നേഹിച്ചവർ. അവരെ അവസ്ഥ എന്താ അറിയോ? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് പേടിക്കേണ്ടി വരില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇത് ചെറിയ കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വലിയ വിഷയ, പറഞ്ഞാൽ തീരാത്ത. ഹിജ്റയുടെ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മധുരം, അതിൽ നമ്മൾ ലഭിക്കേണ്ട ഏറ്റവും മനോഹരമായ പാഠം ഇസ്ലാമിക സാഹോദര്യം. അത് അന്ന് വരെ ആർക്കും പരിചയമില്ലാന്നേ. അങ്ങനെ ഒരു വീട് എവിടെയില്ല. അതുകൊണ്ടാണ് അത് ശരിക്കും നമുക്ക് മനസ്സിലാവും. എന്താ ഇന്ന് നമ്മുടെ പ്രതിസന്ധി? എന്താ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി? എന്താ ആളാലോചിച്ച് നോക്കൂ. എന്താ നമ്മൾ ആരോടും പറയാൻ പറ്റുമോ? ഇത് പറയാൻ പറ്റുമോ? വളരെ കടുപ്പമുള്ള പ്രതിസന്ധിയിലാണ് നമ്മളുള്ളത്, അല്ലെ? ഓപ്പറേഷൻ തൂഫാന്റെ ന്യൂസ് ഇങ്ങനെ വരുമ്പോ ഓരോ ദിവസവും, അല്ലെ? നിങ്ങൾ പേരൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. എല്ലാ നബിമാരെയും പേരയിലുണ്ട്, അല്ലേ? സഹാബികളുടെ പലരുടെയും പേരതിലുണ്ട്. നശിച്ചുപോയില്ലേ നമ്മുടെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 900 മതസംഘടനകളുണ്ട് നമുക്ക്. എന്നിട്ട് ഉണ്ടാകുക തന്നെ ഓരോ ദിവസവും ഓരോരുത്തരും ഓർക്കിഷ്ടമുള്ളത് പറഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പ് ഇങ്ങനെ ഉണ്ടാക്കി. അതിന് പിന്നാലെ പോകാൻ കുറെ മനുഷ്യന്മാർ. നിങ്ങൾ ആലോചിച്ചു. ആശയ ഭിന്നതകൾ, ഒരാവശ്യവുമില്ലാത്ത ഭിന്നതകൾ, പ്രാദേശികമായ ഭിന്നതകൾ, വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ. എനിക്ക് ചില ടേസ്റ്റ് ഉണ്ടാവും. ആ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണ്ടെന്നല്ല, അത്രയല്ലേ ഉള്ളൂ. ഇതിന് വ്യക്തിപരമായ ഇതിങ്ങനെ വീർപ്പിച്ച് വലുതാക്കി എല്ലാവരും ചെയ്ത് എന്റെ മനുഷ്യന്മാരെ എങ്ങനെ സാധിക്കണം? ഒരേ ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണവര്, ഒരേ ഖുർആന്റെ ആളുകൾ, ഒരേ റസൂലിനെ ഫോളോ ചെയ്യുന്നവർ, എന്നിട്ടും നമ്മുടെ ഹൃദയങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്, അകന്നുപോയത്. എന്നിട്ട് നമ്മൾ ഹിജ്റയെ പറ്റി പറയാം. ഹിജ്റ സമ്മേളനം നടത്തുന്നു. ഇതൊക്കെ അവസാനിപ്പിക്കണം. എന്താ ഹിജ്റയ്ക്ക് മുമ്പുള്ള സമൂഹത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയോ? അറേബ്യൻ സമൂഹം ഗോത്ര സമൂഹങ്ങളായിരുന്നു, ഗോത്രമായിരുന്നു അവർ. അതിന് അഭിമാനത്തിന് വേണ്ടിയായിരുന്നു അവർ ജീവിച്ചത്. പതിറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തു. ഔസ് ഖദ്റജിന്റെ കഥ പറയുന്നിടത്ത് കഥ, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തവർ, പ്രതികാരമായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അവരെയാണ് ഫഅല്ലഫ ബൈന ഖുലൂബിഹിം എന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നമ്മുടെ ഈലാഫ്, ഐക്യം രൂപപ്പെടേണ്ടത് കെട്ടിടങ്ങളിലൂടെയല്ല, സമ്പത്തിലൂടെയല്ല, പൊസിഷനുകളിലൂടെയല്ല, ഹൃദയങ്ങളിലൂടെയാണ്. അവിടെയാണ്. മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകൾക്ക് വീടുകളില്ലായിരുന്നല്ലോ, സ്വത്തുക്കളില്ലായിരുന്നു, വ്യാപാരമില്ലായിരുന്നു, കച്ചവടമില്ലായിരുന്നു. ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചു പോന്നതാ. അവരെ സ്വീകരിച്ച ആ അൻസാറുകളുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണ്ടേ? ഖുർആൻ ഒരു പദം പറയുന്നുണ്ട്. ആ പദം പരിഭാഷപ്പെടുത്താൻ ഒരു ഭാഷയ്ക്കും സാധ്യമല്ല. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് അത്യാവശ്യമുണ്ടായിട്ട് പോലും അവർ അവരുടെ സ്വന്തത്തേക്കാൾ മറ്റുള്ളവർക്ക് മുൻഗണന നൽകി. യുസിറൂന, ഈസാർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ദാനമല്ല. നമ്മൾ മനസ്സിലാക്കി അങ്ങനെയാണ്, ദാനമല്ല. ഈസാർ ഞാൻ പറഞ്ഞതാണത്. പരിഭാഷപ്പെടുത്താൻ വാക്കില്ലാത്ത ഒരു വാക്കാ ഈസാർ. പറ്റോ? സ്വന്തമായി, എന്താണ് ഈസാർ എന്ന് പറഞ്ഞാൽ? സ്വന്തമായി ആവശ്യമുള്ളത് പോലും മറ്റുള്ളവന് നൽകുക. എനിക്ക് അത്യാവശ്യമുണ്ട് ആ സാധനം, പക്ഷെ എന്നിട്ട് ഞാൻ മറ്റവന് കൊടുത്തു. അതിനാണ് ഈസാർ എന്ന് പറയുന്നത്. ഇങ്ങനെ മാറ്റിയ ഒരു സമൂഹത്തെ. ഏത് സമൂഹത്തെ? പരസ്പരം പോരടിച്ചിരുന്ന, തല്ലുകൂടിയിരുന്ന ഒരു സമൂഹത്തെ. ഭയങ്കരല്ലേ?
ആ സമൂഹത്തിലേക്ക് നബി വരാൻ തന്നെയുള്ള കാരണം എന്താ പറയുക, അത് ഭയങ്കര രസമാണ്. ചരിത്രം അത്ഭുതകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് എത്തിപ്പെടാൻ തന്നെയുള്ള കാരണം എന്താ പറയുക, ഇവർക്കിടയിലുള്ള മഹാ അനൈക്യമായിരിക്കും. ഈ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ യഥ്രിബിലെ അന്നത്തെ മദീനയിലെ പ്രബല 2 ഗോത്രങ്ങളാണ്. അവർ തമ്മിൽ ഭയങ്കര ഭിന്നിപ്പ്. അവസാനം ഒരു പെരും യുദ്ധമുണ്ടായി. ബുആസ് എന്ന് പറഞ്ഞൊരു യുദ്ധമാണ്. ഞാൻ പറഞ്ഞു എല്ലാത്തിന്റെയും പിന്നിൽ ജൂതനായിരുന്നു. ആ യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. 2 കുടുംബത്തിലെയും പ്രമാണിമാരൊക്കെ കൊല്ലപ്പെട്ടു. ആ സമയത്താണ് അവരുടെ കൂട്ടത്തിലുള്ള കുറെ നല്ല മനുഷ്യന്മാർ ചിന്തിക്കുന്നത്, ആരാണ് ഞങ്ങളെ ഒന്ന് ഐക്യപ്പെടുത്താൻ വരിക. അങ്ങനെയാണ് അവർ റസൂലിനെ കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെയാണ് അവർ അഖബയിൽ വന്നത്. 6 ചെറുപ്പക്കാരാ അഖബയിൽ വന്നത്. അവര് നബിനോട് നട്ടപ്പാതിലേക്ക് കരാറിൽ ഏർപ്പെട്ട ശേഷം അവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നബി നിങ്ങൾ വന്നാലും ഞങ്ങളുടെ സമൂഹത്തിൽ ഐക്യം ഉണ്ടാവുമല്ലോ അല്ലേ? വല്ലാത്തൊരു ചോദ്യമാണ്. നിങ്ങൾ വന്നാൽ ഞങ്ങളുടെ സമൂഹത്തിൽ ഐക്യം ഉണ്ടാവുമല്ലോ അല്ലേ? നിങ്ങൾ ആലോചിക്കും, എന്തൊരു സുന്നത്തിന്റെ പാരമ്പര്യം പറയുന്നവരാ നമ്മൾ തമ്മിൽ തല്ലണത്. ഇതാണ് ഹിജ്റ നൽകേണ്ട പ്രധാനപ്പെട്ട പാഠം. അള്ളാഹു നമ്മളെ ഐക്യപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അത്ഭുതമാണ് യഥാർത്ഥത്തിൽ ഈ ഹൃദയ ഐക്യമെന്ന് പറയുന്നത്. ഇത് പറഞ്ഞാൽ ഉണ്ടാവില്ല. ഇതൊരു വികാരമല്ല, ഇത് ഈമാനിന്റെ അളവുകോല. ഈമാനിന്റെ അളവുകോലാണ് ഈ ഐക്യം. നമ്മൾ മനസ്സിലാക്കണം, ഈമാനിന്റെ അളവുകോല. അള്ളാഹു നമുക്ക് നൽകേണ്ട, നമ്മുടെ ഈമാനിന്റെ ശക്തി കൊണ്ട് അള്ളാഹു നമുക്ക് നൽകേണ്ട നിഅമത്താണ് ഈ ഐക്യമെന്ന് പറയുന്നത്. അതാണ് അള്ളാഹു മദീനയിൽ ഒരു സമൂഹത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അത് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. ഈ ഔസ് ഖസ്റജ് ഗോത്രം പരസ്പരം ഐക്യപ്പെട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണ്. ഞാനൊരു ചരിത്രം പറയാണ്. ആ ചരിത്രം പറയണത് എന്തിനാ വെച്ചാൽ നമ്മളെ ഒന്ന് വിലയിരുത്താൻ. ഭയങ്കര സന്തോഷത്തോടുകൂടി ജീവിക്കുക. നബി വന്നല്ലോ. നബി ഭയങ്കരമായ അതിന്റെ ചരിത്രം പറഞ്ഞാൽ അവസാനിക്കുമല്ലോ. എന്തുമാത്രം മനോഹരമായ സാഹോദര്യമാണ്. എല്ലാം അവര് വീതിച്ചു നൽകിയല്ലോ. എല്ലാം അങ്ങനെ ജീവിക്കുമ്പോഴാണ് ജൂതനിത് കണ്ടിട്ട് കണ്ണുകടി. ഇക്കാലത്തൊക്കെ ഉള്ളതുപോലെ തന്നെ അന്നും ഭയങ്കര അത്ഭുതമാണ് ആ ചരിത്രം. ജൂതന്മാരുടെ ഒരു നേതാവുണ്ടെന്ന് അവിടെ, ഷാസ് ബിനു ഖൈസ് എന്ന് പറഞ്ഞു. അവന് ഈ ഔസ് ഖസ്റജ് ഗോത്രത്തിനിടയിലുള്ള ഈ ഭയങ്കര ഐക്യം, അത്ഭുതകരമായ ഈ ഹൃദയ ഐക്യം, അത് കണ്ടിട്ട് വല്ലാത്ത അസൂയ തോന്നി. അവനൊരാളെ ഏൽപ്പിച്ചു, ഇവർക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കണം. എന്താ വഴിയും അവർ ചിന്തിച്ചു. എന്താ ചെയ്തറിയോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ബുആസ്, ഈ സംഭവത്തെക്കുറിച്ച് ഔസ് ഖസ്റജ് ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു വലിയ യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിന്റെ ചരിത്രം ഇവർക്കിടയിൽ വന്ന് ഒരു കഥാപ്രസംഗ രൂപത്തിൽ ഇയാൾ പറയാൻ തുടങ്ങി. ഇയാൾ ഭയങ്കര വാഗ്വിലാസമുള്ള ആളായിരുന്നു. എന്താണ്ടായതറിയോ? ഇത് കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിലൂടെ ഐക്യപ്പെട്ട സമൂഹം പരസ്പരം ഭിന്നിച്ചു. ഞാനൊരു കാര്യം പറയാനത് പറയണം. അതെന്താ വെച്ചാൽ, എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഭിന്നിക്കുന്നു, ഇത്രമാത്രം പ്രതിസന്ധി പ്രശ്നങ്ങളുണ്ടായിട്ടും എന്ന ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുകയാണ് ഇത് സംഭവം. ചൂടാറിയിട്ടില്ല. റസൂലുള്ളാഹ് ഉണ്ടാക്കിയ ആ ഐക്യത്തിന്റെ ചൂടാറിയിട്ടില്ല. അതിന്റെ മുമ്പ് ആഗ്രഹിച്ചുണ്ടാക്കിയ ഐക്യമാണ് റസൂലുള്ളാഹ്. അവരാഗ്രഹിച്ചുണ്ടാക്കിയ ഐക്യമാണ്. അവര് തമ്മിൽ ആയുധെടുത്തു. ആയുധമെടുത്ത ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടു. ആര് തമ്മിലാ? അൻസാറുകളാ. ഇവർ ഔസും ഖസ്റജും അൻസാറുകളാ. അൻസാറുകൾ തമ്മിൽ ആയുധമെടുത്തു. റസൂലുള്ളാഹ് ജീവിച്ചിരിക്കെ, മദീനയിൽ ഉണ്ടായിരിക്കെ, ഹിജ്റയുടെ ചൂടാറുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. നബി ചോദിച്ചവരോട്, അബിദഅവൽ ജാഹിലിയ്യ വഅന ബൈന അൽഹുരിക്കും ബഅദ അൻ അക്രമക്കും അല്ലാഹു ബിൽ ഇസ്ലാം.
അള്ളാഹു ഇസ്ലാമിനെ കൊണ്ട് നിങ്ങളെ ബഹുമാനിച്ച് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കെ നിങ്ങൾ ഈ ജാഹിലിയ്യ വാദവുമായി വരികയാണോ? ചോദിക്കണം നമ്മൾ ഇന്നത്തെ കുറെ ആൾക്കാരോട് ഈ ചോദ്യം ചോദിക്കണം. ഒരു തരത്തിലുള്ള നിങ്ങൾ ആലോചിക്കുക, ഒരു ചെറിയ ഈമാനിന്റെ ഒരു ചെറിയ അംശം ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഈ ഉമ്മത്തിനെ ഇങ്ങനെ ഭിന്നിപ്പിക്കോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യമാണ്. ഇത് കേട്ടതോടുകൂടി അവർക്ക് നേരം വെളുത്തു, അവരാകെ പ്രയാസപ്പെട്ടു. ചരിത്രം പറയുന്നുണ്ട്, അവരവരുടെ ആയുധങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് അവർ പരസ്പരം ആശ്ലേഷിച്ചു. ആ സമയത്താണ് സൂറത്ത് ആൽ ഇംറാനിലെ കുറച്ച് വചനങ്ങൾ ഇറങ്ങുന്നത്. അത് ഭയങ്കര, ആ വചനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, പക്ഷെ അതിന്റെ സന്ദർഭം കേട്ടിട്ടുണ്ടാവും. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തുതീഖൂ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ് യറുദ്ദൂകും ബഅദ ഈമാനികും കാഫിരീൻ. വിശ്വാസികളെ, നിങ്ങൾ ഈ ജൂതന്മാരെ അനുസരിക്കാൻ പോവുകയാണെങ്കിൽ ആ ജൂതന്മാർ യറുദ്ദൂകും ബഅദ ഈമാനികും കാഫിരീൻ, നിങ്ങളെ കുഫാറുകളാക്കി നാം മാറ്റിമറിക്കും കേട്ടോ. ശ്രദ്ധിക്കണം, ഈമാൻ കിട്ടിയ ശേഷം നിങ്ങൾ കുഫറിലേക്ക് പോകേണ്ടി വരും കേട്ടോ. നിങ്ങളൊക്കെ വായിച്ചു നോക്കണം, സൂറത്ത് ആൽ ഇംറാനിലെ 100 മുതൽ 103 വരെയുള്ള വചനങ്ങൾ. അതിലാണ് വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. അവിടെയാണത് വന്നത്. ആയത്തെ നമ്മൾ കേൾക്കാറുണ്ട്, എന്റെ സന്ദർഭങ്ങൾ കേട്ടുക്കണോ? ശ്രദ്ധിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് കുറെ സംഗതികൾ ഇനി അവസാനിപ്പിക്കേണ്ടത്, കുറെ നന്മയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. നമ്മൾ ഓർക്കണം, ഹിജ്റയുടെ ചരിത്രം സത്യത്തിൽ ഇതാ, മറ്റൊന്നുമല്ല.